ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത്തവണ നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് ബ്രാഹ്മണ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ സുബ്രഹ്മണ്യ മൂസദിലേക്കാണ്. ശ്രീ സുബ്രഹ്മണ്യ മൂസദ്, ചർച്ചയിലേക്ക് സ്വാഗതം. എന്താണ് ബ്രാഹ്മണ സമുദായം എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ ലവ് ജിഹാദിൻ്റെ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ വില ഇട്ടിട്ടുള്ളത് ബ്രാഹ്മണ സമുദായത്തിൽ നിന്നുള്ള പെൺകുട്ടികൾക്കാണ്. ഒരു ബ്രാഹ്മണ പെൺകുട്ടിയെ കൺവെർട്ട് ചെയ്താൽ അതിനാണ് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ബ്രാഹ്മണ സഭ അല്ലെങ്കിൽ ബ്രാഹ്മണ ഫെഡറേഷൻ എന്താണ് ചെയ്യുന്നത്? എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ലവ് ജിഹാദിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഹിന്ദുവിൻ്റെ എണ്ണം കുറയുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചും മുൻ പ്രസ്താവിച്ച ആൾക്കാരോടൊക്കെ ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുകയാണ്. ബ്രാഹ്മണ ഫെഡറേഷനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ബ്രാഹ്മണർക്കാണ് ലവ് ജിഹാദിൽ മാറ്റത്തിൽ ഏറ്റവും കൂടുതൽ മൂല്യം എന്നുള്ളത് ലോകം സമ്മതിച്ചിട്ടുള്ള ഒരു വസ്തുത മാത്രമാണ്. അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെയൊക്കെ ഈ ഇതിനകത്ത് ഫെഡറേഷനിലെ 7 ബ്രാഹ്മണ വിഭാഗങ്ങളുണ്ട്. യോഗക്ഷേമ സഭ, ബ്രാഹ്മണ സഭ ഉൾപ്പെടെയുള്ളത്. ഞങ്ങൾ ഇതിനകത്ത് ഓരോ കുടുംബങ്ങളിലും കുടുംബം എന്നുള്ള കൺസെപ്റ്റ് നിലനിർത്തിക്കൊണ്ട് ഷോഡശ സംസ്കാരം ഞങ്ങളിൽ മാത്രമല്ല ലോകത്തുള്ളവർക്ക് മുഴുവൻ പ്രദാനം ചെയ്യുന്നതിനും ഉത്തമ സന്തതികൾ ഉണ്ടാകുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിട്ട് നടത്തുന്നുണ്ട്. അതുകൂടാതെ ശ്രീ രാധാകൃഷ്ണൻ സാറൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കഴിഞ്ഞ 70 വർഷമായിട്ട് കേരളം മാറി മാറി ഭരിച്ച ഈ കേരളത്തിലെയും ഭാരതത്തിലെയും ഭരണാധികാരികൾക്ക് ഇതിൽ ഏറിയ പങ്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഞാനിത് പറയുന്നതിനുള്ള കാരണം ഭൂപരിഷ്കരണ നിയമം 64 കൊണ്ടുവന്നു. ഇന്ന് കേശവാനന്ദ ഭാരതികൾ സമാധി അടഞ്ഞ ദിവസമാണ്. ഈ നിയമം ഏറ്റവും കൂടുതലായിട്ട് മൗലിക അവകാശ ധ്വംസനമാണെന്ന് 13 ജഡ്ജിമാരെ കൊണ്ട് 65 ദിവസം വാദിച്ച് അദ്ദേഹം വിജയിച്ച ഒരു കേസ് ഞാൻ ഈ സ്മരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന് സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. ആ കേസ് വന്നത് തന്നെ ഈ നിയമം അതുപോലെ തന്നെ ബ്രാഹ്മണർക്കും ഹിന്ദുക്കൾക്കും ദോഷം വരത്തക്ക വിധത്തിലാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം വേറൊന്നുമല്ല, അത് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ റബ്ബറിന് ഭൂപരിഷ്കരണ നിയമം ബാധകമല്ല, കശുവണ്ടിക്ക് ബാധകമാണ്. ഇതുപോലും സാമുദായികമായിട്ടുള്ളത് നോക്കിക്കൊണ്ടാണ് കേരളത്തിൽ നിയമങ്ങൾ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഭൂപരിഷ്കരണ നിയമം കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസ മേഖല നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ അതിന് ഓരോന്നായിട്ട് പറയാനുള്ള സമയമില്ല എന്നറിയാം. ഇന്ന് വിദ്യാഭ്യാസത്തിന് 11 ഡയറക്ടർമാരുണ്ട്. ആ 11 ഡയറക്ടർമാരെ നോക്കിക്കഴിഞ്ഞാൽ ഏത് വിഭാഗത്തിൽ നിന്നാണെന്നുള്ളതൊന്ന് വിലയിരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ കുടുംബാസൂത്രണം ഇവിടെ നടത്തി. കുടുംബാസൂത്രണം നടത്തി കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരീഅത്ത് നിയമമാണ്, ഒരു ഭാഗത്ത് നടത്തിക്കഴിഞ്ഞാൽ അത് മറ്റൊരു നിയമമാണ്. സർക്കാരിന്റെ നിയമങ്ങളൊക്കെ ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ, മറ്റുള്ളവർക്കൊന്നും ബാധകമല്ല. ഇതൊക്കെ നമ്മളുടെ ജനസംഖ്യയെ ബാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വിലയിരുത്തുകയും വേണം. മറ്റൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഈ ക്ഷേത്രങ്ങൾക്കും ബിംബാരാധനയ്ക്കും എതിരായിട്ടുള്ള പ്രസ്താവനകളും രാഷ്ട്രീയ വീക്ഷണവും ഈ ഹിന്ദു സമൂഹത്തിന് വേദന ഉണ്ടാക്കുകയും ആ ഹിന്ദു സമൂഹത്തിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതിനുള്ള ലക്ഷ്യത്തോടെയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതിയുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വിധിയിലാണ് ഞങ്ങളെ പോലെയുള്ളവർക്കും ബിംബാരാധനയ്ക്കും ഹൈന്ദവർക്കും ഒരു പ്രതീക്ഷയുള്ളത് എന്ന് പറയുന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. അത് മറ്റൊന്നും കൊണ്ടുമല്ല, സനാതന ധർമ്മം ഭാരതത്തിൽ നിലനിൽക്കണമെങ്കിൽ ഭാരതത്തിലെ ഏറ്റവും കൂടുതലുള്ള നിയന്ത്രിക്കുന്ന ഒരു വിഭാഗമാണ് ബ്രാഹ്മണ വിഭാഗം എന്നുള്ളത് സ്മരിക്കേണ്ടതാണ്. ഞങ്ങൾ നിലനിൽക്കുന്നത് ജാതിക്ക് വേണ്ടിയിട്ടല്ല. സനാതന ധർമ്മം ഭാരതത്തിൽ നിൽക്കണം. ഭാരതം ലോകത്തെടുത്ത് കാണപ്പെടുന്നത് ഈ ധർമ്മത്തിന്റെ പേരിൽ മാത്രമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇത് എന്നും നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ആൾ കേരള ബ്രാഹ്മണ ഫെഡറേഷനും അതുപോലെ തന്നെ ആൾ ഇന്ത്യ ബ്രാഹ്മണ ഫെഡറേഷനും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഓരോന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വിദ്യാഭ്യാസ മേഖലയിൽ വന്നിരിക്കുന്ന മന്ത്രിമാരുടെ കാര്യവും അതുപോലെ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണവും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് വ്യക്തമാകുന്നതാണ്.
ലവ് അതുപോലെ ജിഹാദിനെ തന്നെ പ്രതിരോധിക്കാൻ സമുദായം എന്ത് ചെയ്യുന്നു അതാണ് അറിയേണ്ടത്. ലവ് ജിഹാദിനെ പ്രതിരോധിക്കാൻ ലവ് ജിഹാദിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള ഞങ്ങളുടെ കുട്ടികളെ ഇത് ബോധവൽക്കരിക്കുകയും ഹൈന്ദവ സംസ്കാരം നിലനിൽക്കുന്നതിന്, കുടുംബാചാരങ്ങൾ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി ക്ലാസുകൾ ഞങ്ങൾ എടുക്കുന്നതിനും മുൻഗണന കൊടുത്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അങ്ങേലേക്ക് വീണ്ടും തിരിച്ചു വരാം. എനിക്ക് ഈ ചർച്ചയുടെ ഒരു പുതിയ ഘട്ടത്തിൽ കൂടെ പോകേണ്ടതുണ്ട്. ശ്രീ സുബ്രഹ്മണ്യം മൂസദ് പറഞ്ഞ മാതിരി ജാതിയുടെയും ഇതിൻ്റെയും അല്ലെങ്കിൽ ജാതിയുടെ നിർവചനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഹിന്ദു സമൂഹം പോകേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു എന്നൊരു സൂചന കൂടി ഇന്നിവിടെ ഉണ്ട്. എനിക്ക് അതിനെക്കുറിച്ചാണ് സെൻകുമാർ സാറിൽ നിന്നും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനിൽ നിന്നും അഭിപ്രായം അറിയേണ്ടത്. ജാതിരഹിതമായ ഒരു ഹിന്ദു സമൂഹം അത് അനിവാര്യമല്ലേ? എന്തു പറയുന്നു സെൻകുമാർ സാർ? ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സമുദായങ്ങൾ മാത്രമായിട്ട് വിവിധ സമുദായങ്ങളായി നിന്ന് ഇത്തരം ഒരു കാര്യത്തിനെ നേരിടാനായിട്ട് ഹൈന്ദവ സമൂഹത്തിന് സാധ്യമാവില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു സമൂഹം ഒരുമിച്ച് നിന്നാൽ പോലും വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഈ സാഹചര്യത്തിൽ പരസ്പരം പല കാര്യങ്ങളിലും വ്യത്യസ്തത പുലർത്തുന്ന സമുദായങ്ങൾ മാത്രമായി നിന്ന് ഈ കാര്യത്തിനെ പ്രതിരോധിക്കാൻ ഒരിക്കലും ആവില്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. കാരണം അത്രയും ശക്തമാണ് എതിർഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ, അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ, അവരുടെ രാഷ്ട്രീയ സ്രോതസ്സുകൾ. അപ്പോൾ ഇതൊക്കെ വെച്ച് നമ്മൾക്ക് ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ ജാതിക്ക് ഉപരിയായിട്ട് ഒരു ഹൈന്ദവ സമൂഹം ഉണ്ടായാൽ മാത്രമേ സാധിക്കൂ. അതോടൊപ്പം ഇവിടെ ഈ കാര്യങ്ങൾ ഈ പുതുതലമുറകളിൽ എത്തുന്നതിന് ശരിയായ രീതിയിലൊരു പ്രചരണം നടത്താനായിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള സനാതനധർമ്മങ്ങൾ എന്തൊക്കെയാണ് അത് മറ്റു മതങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കണം. ചെറിയ കുട്ടികൾക്ക് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഏകദേശം 21,683 മദ്രസകളിൽ മദ്രസ അധ്യാപകർക്ക് മദ്രസ ബോർഡ് വഴി പൈസ കൊടുക്കുന്നുണ്ട്. അത് 6,000-ൽ നിന്ന് ഇപ്പോൾ 26,000 മറ്റായിരിക്കും തോന്നുന്നു. അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ പഠനം നടക്കുന്നുണ്ടെങ്കിലും ഈ സനാതനധർമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ജാതികളായിട്ട് തിരിക്കാനും ആ ജാതികൾ തമ്മിൽ പരമാവധി സ്പർദ്ധയുണ്ടാക്കാനും അങ്ങനെ അവ പരസ്പരം പോരടിച്ച് ഇല്ലാതാകാനുമുള്ള ശ്രമമാണ് ഗവൺമെൻറ്റുകൾ പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യം ഇത് മനസ്സിലാക്കുക, ജാതിക്ക് അതീതമായി സനാതനധർമ്മത്തിൽ ഒരുമിച്ച് വിശ്വസിച്ച് നിന്ന് അങ്ങനെ പോവുകയല്ലാതെ ഈ വലിയ ഒരു ശക്തിയെ പ്രതിരോധിക്കാൻ ഹൈന്ദവ സമൂഹത്തിന് ആകില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതിനുവേണ്ടി എല്ലാവരും യോജിച്ച് നിന്ന് ഇനി സംഘടനകളുടെ നേതൃത്വം യോജിക്കുന്നെങ്കിൽ അതിന് താഴെയുള്ള ഇതുമൂലം അനുഭവപ്പെടുന്ന പ്രതിസന്ധികളുള്ളവർക്കെങ്കിലും യോജിച്ച് നിന്ന് രാഷ്ട്രീയപരമായിട്ട് ഇതിനെ നേരിടാൻ സാധിക്കണം. ഒന്നാമതായിട്ട്. കാരണം എന്തുകൊണ്ട് ഈ സമൂഹം അവഗണിക്കപ്പെടുന്നു? ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് അവർക്ക് അവരുടെ ശക്തി പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും അവർ ചെയ്യേണ്ട ഒരു കാര്യം, അവർ എവിടെ ശക്തരാണോ അവിടെ അവരുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാനും, അവർ സാമാന്യ ശക്തരാണ്, സ്വന്തമായി സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ സാധ്യമല്ലാത്ത സ്ഥലത്ത് അവരുടെ താല്പര്യമുള്ള അവരെ ജയിപ്പിക്കാനും, ഇനി മൂന്നാമത്തെ സ്ഥലത്ത് അവരോട് ഏറ്റവും ശത്രുത പുലർത്തുന്നവർ തോൽപ്പിക്കാനുമുള്ള ഒരു രാഷ്ട്രീയ ശക്തി കൂടിയായി മാറിയാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇൻറ്റേർണലായിട്ട് സമുദായങ്ങൾ ജാതികളായിട്ട് ജാതി വ്യത്യാസങ്ങളായിട്ട് നിൽക്കുന്ന ഈ സംവിധാനം മാറ്റി എല്ലാവരും ഒന്നാണ്. അതാണല്ലോ അദ്വൈതം പറയുന്നത്. അതാണല്ലോ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം സെമറ്റിക് മതങ്ങളുമായിട്ടുള്ളത്. അത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പ്രതിവിധി. ഓക്കെ സാർ, വീണ്ടും വരാം. അതിനു മുമ്പ് അഡ്വക്കേറ്റ് സതീഷ് ചർച്ചയിൽ നിന്ന് മടങ്ങുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് സതീഷിനോടാണ് ഈ വിശ്വകർമ്മ മഹാസഭ ഈ തരത്തിൽ
ഒരു ഏകീകൃത സമൂഹമായിട്ട് നമ്മുടെ സനാതനധർമ്മ വിശ്വാസികളെ മുഴുവൻ ഒരേ നിരയിലേക്ക് കൊണ്ടുവരാൻ എന്ത് നടപടിയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഈ ലവ് ജിഹാദിനെ പ്രതിരോധിക്കാൻ ഈ ശക്തമായ ഒരു മുന്നേറ്റമല്ലാതെ മറ്റു വഴിയില്ല. എന്താണ് വിശ്വകർമ്മ മഹാസഭ ചെയ്യാൻ പോകുന്നത്? കേരളത്തിലെ ഹൈന്ദവ സമൂഹങ്ങൾ അത് ജാതിക്ക് ഉപരിയായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട സാഹചര്യം ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഹൈന്ദവ സമൂഹത്തിനെതിരെ എല്ലാ രംഗത്തു നിന്നും വ്യാപകമായ കടന്നാക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഭരണകർത്താക്കളിൽ നിന്ന് പോലും അതുണ്ടാകുന്നുണ്ട്. അതായത് ഹൈന്ദവ ദേവന്മാരെ വിമർശിക്കുന്നു, പൂജാരിമാരെ വിമർശിക്കുന്നു. ഇപ്പം വാമനനെ ചതിയനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മന്ത്രി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായം പ്രകടിപ്പിക്കുന്നു. ഭഗവാൻ ധർമ്മശാസ്താവ് അയ്യപ്പൻ വിവാഹിതനായെന്ന് ഒരു യുവജന നേതാവ് പറയുന്നു. അപ്പം ഈ ഭരണകർത്താക്കൾ ഉൾപ്പെടെയുള്ളവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഹൈന്ദവർക്കെതിരെ കടന്നാക്രമണം നടത്തുക. അതിന് ഹൈന്ദവ സമൂഹം ജാതിയുടെ വേർതിരിവുകൾ, മതിലുകളിൽ നിന്ന് വേർതിരിഞ്ഞ് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അതിന് കേരള വിശ്വകർമ്മ സഭ അതിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറാണ്. ഇതര ഹൈന്ദവ സമൂഹത്തിലെ ജാതികളുമായി സംഘടനകളുമായി ചർച്ച ചെയ്തുകൊണ്ട് കൂട്ടായിട്ടുള്ള ഒരു സമ്മളിത രൂപമുണ്ടാക്കി ഇത്തരത്തിലുള്ള ഹിന്ദുക്കൾ നേരിടുന്ന പൊതുവിഷയങ്ങളിൽ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ സമീപനം നമുക്ക് തുടർന്നേണ്ടിയിരിക്കും. അതിന് ഇപ്പോൾ കൂട്ടായ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയുള്ള ചില പ്രസ്ഥാനങ്ങളുണ്ട്. ഹിന്ദു ഐക്യവേദി അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ. ആ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ ഹിന്ദുക്കളുടെ പൊതുവായ വിഷയങ്ങൾക്ക് പരിഹൃതം കണ്ടെത്തുന്നതിന് വേണ്ടി കേരള വിശ്വകർമ്മ സഭ എന്നും മുൻപന്തിയിൽ ഉണ്ടായിരിക്കും. ഈ ഏകീകരണത്തിനെതിരെ ഒരു പൊതുവേദി ഉണ്ടാക്കുന്ന കാര്യം താങ്കൾ മുന്നോട്ട് വെക്കുവോ വിശ്വകർമ്മ മഹാസഭ? തീർച്ചയായിട്ടും ലവ് ജിഹാദിനെതിരെ ഒരു പൊതുവേദി അനിവാര്യമാണ്. അതിൽ നമ്മുടെ സംവരണമടക്കമുള്ള ചില ജാതിയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ചില വിഷയങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഈ പൊതു വിപത്തിനെതിരെ കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഒന്നാകണം. തീർച്ചയായിട്ടും കേരള വിശ്വകർമ്മ സഭ അതിന് നേതൃത്വം കൊടുക്കും. കേരള വിശ്വകർമ്മ സഭയുടെ പ്രവർത്തനങ്ങൾ, പരിശ്രമങ്ങൾ വരും കാലങ്ങളിൽ അതിനുവേണ്ടി ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. ബാക്കിയുള്ള ഹിന്ദു വിഭാഗത്തിലെ സമുദായ സംഘടനകളും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരണം എന്നുള്ള അഭിപ്രായം കൂടിയുണ്ട്. ഓക്കെ, ഈ ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് സതീഷിന് നന്ദി പറയുന്നു. വീണ്ടും നമ്മളോടൊപ്പം കേരള പുലയർ മഹാസഭയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് നീലകണ്ഠൻ മാസ്റ്റർ നമ്മളോടൊപ്പം ചേരുന്നു. നീലകണ്ഠൻ മാസ്റ്റർ, ചർച്ചയിലേക്ക് സ്വാഗതം. എന്താണ് പുലയർ മഹാസഭ അടക്കമുള്ള പട്ടികജാതിക്കാരുടെ രംഗത്ത് വളരെ ശക്തമായിട്ട് ഈ ഇസ്ലാമിക ഭീകരവാദികൾ, ജിഹാദികൾ നുഴഞ്ഞു കയറിയിരിക്കുന്നു. ധാരാളം പെൺകുട്ടികളെ ഈ തരത്തിലുള്ള വ്യാജ കല്യാണം, ചതിക്കല്യാണം നടത്തിയിരിക്കുന്നു. എങ്ങനെ കാണുന്നു താങ്കൾ? ലവ് ജിഹാദ് ഗുരുതരമായ ഒരു ചതിയാണ്. ഇപ്പോൾ നമ്മുടെ സാമൂഹ്യ നവോത്ഥാന കേരളത്തിൻ്റെ ഹൈന്ദവ സ്വത്വബോധവും നമ്മൾ ആർജിച്ച എല്ലാ നേട്ടങ്ങളും വഴിയിലുപേക്ഷിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ പാണ്ഡവും പേറി 6 പതിറ്റാണ്ട് സഞ്ചരിച്ച് വജ്ര കേരളത്തിലെത്തി ഇപ്പോൾ നമ്മുടെ തലയിലുള്ള പാണ്ഡ വഴിച്ച് നോക്കുമ്പോഴാണ് ഇത്തരം ഭീകരമായ വസ്തുതകളുടെയും ആത്മീയ നഷ്ടബോധത്തിൻ്റെയും എല്ലാം വിഹ്വലതകൾ നമ്മൾ കാണുന്നു. ഇപ്പം ഇവിടെ ഈ ലവ് ജിഹാദ് കൊണ്ട് അതിൻ്റെ മത തീവ്രവാദ സ്വഭാവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടുത്തെ ഹൈന്ദവ വിഭാഗങ്ങളുടെ ജനസംഖ്യ കുറച്ച് മറ്റ് സെമറ്റിക് മതങ്ങളുടെ അംഗസംഖ്യ കൂട്ടി അത് വോട്ട് ബാങ്കാക്കി വോട്ട് ചെയ്ത് പാർലമെൻറ്റ് പിടിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം.
അത് ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് അതൊരു സ്ലോ പോയിസൺ പോലെയുണ്ട്. മറ്റൊന്ന് പ്രത്യക്ഷമാണെങ്കിൽ ഇത് അപ്രത്യക്ഷമായിട്ടാണ് നടക്കുന്നത്. ഇതിനെതിരെ ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം. ഇവിടെ സെൻകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ ഇത് നമുക്ക് രാഷ്ട്രീയമായി നേരിടേണ്ട വിഷയമാണ്. ഹിന്ദു ഏകീകരണത്തിലൂടെ നേരിടേണ്ട വിഷയമാണ്. ഇത് പലരും സൂചിപ്പിച്ചതുപോലെ ഹൈന്ദവ സമൂഹം ഛിന്നഭിന്നമായി നിൽക്കുകയും ജാതിയുടെ അയത്തത്തിൻ്റെ പേരിലുള്ള ഒട്ടേറെ വിവേചനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവരുടെ ദാരിദ്ര്യവും അവരുടെ നിസ്സഹായതയെല്ലാം മുതലെടുത്തുകൊണ്ടാണ് ഈ സമൂഹങ്ങൾക്കിടയിലേക്ക് ഈ ലവ് ജിഹാദുമായി വരുന്നത്. അതിനെ നമുക്ക് തടയാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിന് ഹിന്ദു സമാജത്തിനുള്ളിൽ തന്നെ ഒരു പരിഷ്കരണം കൂടി ആവശ്യമാണ്. അത് പുതിയൊരു രാഷ്ട്രീയ നവോത്ഥാനവും സാമൂഹ്യ നവോത്ഥാനവും പുതുതായി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ല എങ്കിൽ ഇത് സെൻകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ വീണ്ടും ഇതായി പോകും. അതുകൊണ്ട് ഞങ്ങൾ എന്ന നിലയിൽ KPMS എന്ന നിലയിൽ ഞങ്ങളുടെ ഘടകങ്ങളിൽ ഈ ഡ്രഗ്സിനെതിരായി, അതുപോലെ ലവ് ജിഹാദിനെതിരായി, മറ്റു രീതിയിലുള്ള വിവേചനങ്ങൾക്കെതിരായി ഇപ്പോൾ കുറച്ച് ആത്മീയത തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്ന ആശയങ്ങളും മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഞങ്ങളുടെ യോഗങ്ങളിൽ, സമ്മേളനങ്ങളിലെല്ലാം ഇതേ സംബന്ധിച്ച് പ്രമേയങ്ങൾ പാസാക്കുകയും അത് റിപ്പോർട്ടിൽ ചേർത്ത് ചർച്ച ചെയ്ത് വലിയ ഒരു ബോധവൽക്കരണം ഞങ്ങൾ നടത്തുന്നുണ്ട്. അത് ഫലം കണ്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കുറച്ച് ഇവിടെ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള കണക്കുകൾ വെച്ച് നോക്കിയെന്നാൽ ഈ പട്ടിക വിഭാഗങ്ങളിൽ നിന്ന് ഇത്തരം ആളുകൾ പോയത് വളരെ കുറവാണ്. പക്ഷേ ക്രിസ്തു മതത്തിലേക്ക് കുറേ ആളുകൾ പോയിട്ടുണ്ട്. എന്നാൽ ഈ ലവ് ജിഹാദിൽപ്പെട്ടതിൻ്റെ എണ്ണം വളരെ കുറവാണ്. അത് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് കൂടിയാണ് അതങ്ങനെ സംഭവിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും ഈ സൂചിപ്പിച്ചതുപോലെ ഒരു ജാതിക്ക് എതിരായി, ജാതീയതയ്ക്കെതിരായി ഒരു ഏകീകൃത സമൂഹം ഹൈന്ദവ സമൂഹത്തിലുണ്ടാവണം. അതല്ല എങ്കിൽ ഈ പറയുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ നമുക്ക് പറയും. ഇവിടെ കേരളം എന്ന് പറയുന്ന വലിയ പുരോഗമനമാണ്, രാഷ്ട്രീയ പ്രബുദ്ധമാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ മതരാഷ്ട്രീയവും ജാതി രാഷ്ട്രീയവുമാണ് കൊടികുത്തി വാഴുന്നത്. അപ്പോൾ അതിനെ ഈ ലവ് ജിഹാദിനെ നിയമപരമായി നടപടിയെടുക്കേണ്ട പോലീസും ഗവൺമെൻറ്റും അവർ ഇതിൻ്റെ മറുഭാഗത്ത് നിൽക്കുന്നത് ഈ ന്യൂനപക്ഷ മതത്തിലെ ആളുകളാണെന്ന് പറഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ വൈമുഖ്യം കാണിക്കുന്നു. ബോധപൂർവമാണ്. അവരുടെ വോട്ട് കിട്ടുമോ ഇല്ലെന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് അവരെ ഈ നടപടിയെടുക്കാനോ ഈ നിയമപരമായ നടപടിയെടുക്കാൻ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. ഗവൺമെൻറ് അവരുടെ പക്ഷത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇരകൾക്കൊപ്പമല്ല, വേട്ടക്കാരൻ്റെ ഒപ്പം നിൽക്കുന്ന സമീപനമാണ് ഈ ഇവിടുത്തെ ഇടതുവലത് മുന്നണി സർക്കാരുകൾ ഇക്കാലം എത്ര എടുത്തിട്ടുള്ളത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു പെൺകുട്ടിയെ, ഒരു മതത്തിൽപ്പെട്ട പെൺകുട്ടിയെ മറ്റൊരു മതത്തിൽപ്പെട്ട ആൾ സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നതിനൊന്നും നമ്മൾ ആരും എതിരല്ല. പക്ഷേ ഇസ്ലാം മതത്തിൽ വിശ്വാസിയായ ഒരു പയ്യൻ ഒരു ഹിന്ദുമത വിശ്വാസിയായ പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ട് പോയാൽ അതവരുടെ പ്രേമത്തിൻ്റെ, ദിവ്യമായ പ്രേമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ എന്തിനാണ് ആ ഹിന്ദു പെൺകുട്ടിയെ ഇസ്ലാം മതപരിവർത്തനം ചെയ്യിക്കുന്നതെന്നുള്ളതാണ്. അതാണ് അവിടെ പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യം. അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെ കൊണ്ടുപോയി അവരുടെ ജനസംഖ്യ കൂട്ടാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ആ ഹൈന്ദവ മതവിഭാഗത്തോട് നിന്ന് ഏറ്റവും ക്രൂരമായ വഞ്ചനയും ചതിയുമാണ്. അതിന് കൂട്ടുനിൽക്കുന്ന ഗവൺമെൻറ്, ഗവൺമെൻറ് നയിക്കുന്ന ഏത് പാർട്ടി ആയാലും ശരി, അവരെ കൂടെ താക്കീത് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ നമുക്ക് സാമുദായിക ഐക്യത്തോടു കൂടിയ ഒരു ഹൈന്ദവ സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. അതിൻ്റെ ഏത് ഒരു പൊതുവേദി വന്നാലും ഞങ്ങൾ അതിനോട് സഹകരിക്കും. അങ്ങനെ സഹകരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനെയൊക്കെ നമുക്ക് നേരിടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ഭരണകൂടം കൂടി ഉണ്ടാവണം. അതുകൊണ്ട് നമുക്കിതിനെ നേരിടാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഒരു ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ KS രാധാകൃഷ്ണനിലേക്ക് മടങ്ങി വരാം. ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ KS രാധാകൃഷ്ണൻ, നമ്മുടെ ഭാരതത്തിൽ സനാതനധർമ്മത്തിൽ വൈദിക സംസ്കാരത്തിൽ ജാതിയും അസ്പൃശ്യതയും ഉണ്ടായിരുന്നില്ല. ഇത് പിന്നീട് ഹിന്ദു സമൂഹത്തെ വിഭജിക്കാനും ഹിന്ദു സമൂഹത്തെ ഛന്നഭിന്നമാക്കാനുമുള്ള ഒരു ഉപാധിയായി മാറി. എങ്ങനെയാണ് അങ്ങ് എങ്ങനെ വിലയിരുത്തുന്നു? ഈ സനാതന സംസ്കാരത്തിൽ ജാതിഭേദ വിചാരം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ആധാരശിലകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗ്രന്ഥങ്ങൾ, ഞാൻ ഉദ്ദേശിക്കുന്നത് രാമായണവും മഹാഭാരതവും, ആ രണ്ട് ഗ്രന്ഥങ്ങളിലും പരാമർശിക്കുന്ന കാര്യങ്ങളിൽ
ജാതി ഭേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ വേർതിരിക്കുന്നൊരു രീതി ഉണ്ടായിരുന്നില്ല. ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഏറ്റവും ശരിയായ രീതിയിൽ ജാതി ഭേദം ഇല്ലാത്ത ഒരു സമൂഹം വേണം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ നിർദ്ദേശിച്ചത്. ഈ കാര്യത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ മാർഗം. ജാതി ഭേദത്തിന് അതീതമായ, ജാതി നമ്മെ പരസ്പരം അകറ്റാനുള്ള ഉപാധിയാകരുത് എന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. അതുപോലെ മതദ്വേഷവും പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയാണ്, ഏറ്റവും കുറവ് ഇതര മതസ്ഥരെ ദ്വേഷിക്കുന്ന വിഭാഗം, ഏറ്റവും കുറവ് ദ്വേഷിക്കുന്ന വിഭാഗം ഹിന്ദുക്കളാണ്. പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. ഞാൻ ഏറ്റവും അടുത്തുണ്ടായ ഒരു കാര്യം പറയാം. അത് ഈ ഓണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബഹുമാന്യായ ധനകാര്യ വകുപ്പ് മന്ത്രി, എൻ്റെ സ്നേഹിതൻ കൂടിയായ ഡോക്ടർ തോമസ് ഐസക് നടത്തിയ ഒരു പ്രസ്താവനയാണ്. വാമനൻ ചതിയനാണ്, ചതിയനായ വാമനല്ല മഹാബലിയെയാണ് ഞാൻ ആദരിക്കുന്നത് എന്ന്. തോമസ് ഐസക് പഴയ വൈദിക വിദ്യാർത്ഥിയാണ്, സെമിനാരിയിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ക്രിസ്തുമതത്തിൻ്റെ സാരാംശം അറിയാം എന്ന് തന്നെയാണ് ഞാൻ ധരിക്കുന്നത്. പക്ഷേ ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് യാതൊന്നും അറിയില്ല. അങ്ങനെ അറിയാത്ത സന്ദർഭത്തിൽ ഒരു ഭരണഘടനാ പദവി വഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഒരു മന്ത്രി അത്തരം കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കാതിരിക്കുന്നതാണ് ഉചിതം. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലക്ക് അദ്ദേഹത്തിന് ദൈവത്തിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ അദ്ദേഹം ക്രൈസ്തവ ആചാരങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ ധരിച്ചിട്ടുള്ളത്. തിരുത്താൻ തയ്യാറാണ്, ഇല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദു വേറൊരു മതത്തിൻ്റെ ആചാരങ്ങൾ അതിന് വിരുദ്ധമായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ആ മതത്തെ അവഹേളിക്കാൻ അദ്ദേഹം തയ്യാറാകുകയാണ്. അത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ട് ദൈവവിശ്വാസമാകാം, വിവിധ മതങ്ങളുടെ ആചാരങ്ങളാകാം, അനുഷ്ഠാനങ്ങളാകാം. ഇനി അതിൽ വേറൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തോമസ് ഐസക് ഹിന്ദു മതത്തെക്കുറിച്ചെടുത്ത ഇതേ സ്വാതന്ത്ര്യം ഹിന്ദുക്കൾ ക്രിസ്തു മതത്തെക്കുറിച്ചോ ഇസ്ലാം മതത്തെക്കുറിച്ചോ എടുത്താറുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതേ രീതിയിൽ വിമർശിക്കുകയാണെങ്കിലോ? അപ്പം മതദ്വേഷം പരത്തുന്നതിന് വേണ്ടി ഒരു ക്രൈസ്തവ മതവിശ്വാസി കൂടിയായ ബഹുമാനപ്പെട്ട ഒരു മന്ത്രി പരിശ്രമിക്കുമ്പോൾ അത് സെക്കുലറിസത്തിൻ്റെ പേരിൽ അംഗീകരിക്കണം എന്ന് ശഠിക്കുന്നൊരു സമൂഹം നിൽക്കുകയാണ്. ഇത്തരത്തിൽ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന മന്ത്രിയാണ്. കാരണം മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നു എന്ന് ഞാൻ ആക്ഷേപിക്കാനുള്ള കാരണം അദ്ദേഹത്തിന് അറിയാത്ത കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് അറിയാമോ? ഹിന്ദു മതത്തിൽ പറയുന്ന അവതാരങ്ങളുടെ തത്വം എന്താണെന്ന് ഐസക്കിന് അറിയാമോ? ഐസക്കിന് അറിയില്ല. ആ തനിക്ക് നിശ്ചയമില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് വേറൊരു മതത്തെ അവഹേളിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അവസ്ഥ, ഇത് ഇവിടെ സെക്കുലറിസത്തിൻ്റെ പേരിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തെറ്റാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വർഗീയവാദിയായി. വേറൊരു മതത്തെ വിമർശിക്കുകയും അതിനെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരാൾ സെക്കുലറിസ്റ്റ്. അതങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന ആൾ വർഗീയവാദി. ഈ ഇരട്ടത്താപ്പ് നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ കൗശലത്തോടു കൂടി ഉപയോഗിച്ചിട്ട് ജാതിയെ ഉപാധിയാക്കി ഈ ഹൈന്ദവ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതിനുള്ള പരിശ്രമം എന്നും നടന്നിട്ടുണ്ട്. ഓക്കെ അങ്ങയിലേക്ക് വരാം. ബ്രിട്ടീഷുകാരെ നടന്നിട്ടുണ്ട്. ശ്രീ ആർ വി ബാബു, ശ്രീ ആർ വി ബാബു, ഈ കാണുന്ന പുസ്തകം താങ്ക് യു ഇന്ത്യ എന്ന പേരിൽ മറിയ വർത്ത് എന്ന് പറയുന്ന ജർമ്മൻകാരിയായ സ്ത്രീ എഴുതിയിട്ടുള്ളതാണ്. ജർമ്മൻകാരി, അവർ വർഷങ്ങളോളം ഇന്ത്യയിൽ താമസിച്ചതാണ്. അവരെഴുതിയ ഈ പുസ്തകത്തിൽ ഈ ജാതി എന്ന് പറയുന്ന സമ്പ്രദായം ഭാരതീയ സംസ്കാരത്തിലേക്ക് അടിച്ചേൽപ്പിച്ചത് ബ്രിട്ടീഷുകാരാണെന്ന് വളരെ വ്യക്തമായി രേഖകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നു. ഇതിൻ്റെ പുറം
292. അവർ പറയുന്നത് ഇറ്റ് വാസ് ദ ബ്രിട്ടീഷ് ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദ ടേം കാസ്റ്റ് ടേക്കൺ ഫ്രം ദ പോർച്ചുഗീസ് കാസ്റ്റ ഓർ ക്ലാസ് or race and fixed the caste in their census from 1871. 1871 സെൻസസ് മുതലാണ് ഇന്ത്യയിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ സെൻസസ് ആരംഭിച്ചതും അതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തിനെ ഭിന്നിപ്പിക്കാനുമാണ്. എന്തുകൊണ്ട് ഇത് തിരിച്ചറിഞ്ഞ് ജാതിക്ക് അതീതമായി ഒരു ഏകീകൃത ഹിന്ദു സമൂഹത്തിന് വേണ്ടി പരിശ്രമിക്കാൻ നമുക്ക് കഴിയുന്നില്ല? അല്ലെങ്കിൽ ലവ് ജിഹാദ് അടക്കമുള്ള ഭീഷണികളെ പ്രതിരോധിക്കാൻ എന്ത് ചെയ്യാൻ ഹിന്ദു ഐക്യവേദിക്ക് കഴിയും? സുരേഷ് ജി കെ, നമുക്ക് ഈ വിഷയം ഇപ്പോൾ മേരി വർത്തിൻ്റെ പുസ്തകം ചൂണ്ടി, ഞാനത് പുസ്തകം കണ്ടിട്ടില്ല, പക്ഷേ സമാനമായിട്ടുള്ളൊരു പുസ്തകത്തിൻ്റെ റിവ്യൂ ഞാൻ ഈ അടുത്തിടയ്ക്ക് വായിക്കുകയുണ്ടായി. അത് മറ്റാരും എഴുതിയതല്ല, നമ്മുടെ കേരളത്തിൻ്റെ ഒരു IG, കണ്ണൂർ റേഞ്ച് IG ആണ് അദ്ദേഹം കെ സേതുരാമയ്യർ. സെൻകുമാർ സാറിന് അറിയുമായിരിക്കും അദ്ദേഹത്തെ. അയ്യരല്ല, കെ സേതുരാമൻ. അദ്ദേഹം ജാതിയെ സംബന്ധിച്ച് കെ സേതുരാമൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഈ അടുത്ത കാലത്ത് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഒരു റിവ്യൂ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന് ഞാൻ വായിക്കുകയുണ്ടായി. ജാതി എന്നുള്ളത് ജനറ്റിക്കലി തെറ്റാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. കേരളത്തിൽ അങ്ങനെ ജനറ്റിക്കലി ജാതി ഇല്ല, ജാതി എന്നുള്ള സമ്പ്രദായം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് അത് ഈ പറഞ്ഞ പോലെയുള്ള ചില സ്ഥാപിത താല്പര്യക്കാർ വളർത്തിയെടുത്തതാണ് എന്ന ഒരു പഠനമാണ് നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ സർവീസിലുള്ള കെ സേതുരാമൻ്റെ ആ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം, ഈ ഭാരതത്തെ വിഭജിച്ച് ഭരിക്കാൻ വേണ്ടി ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിഭജിച്ച് ഭരിക്കുക എന്നുള്ള ബ്രിട്ടീഷ് തന്ത്രമാണ് ആസൂത്രിതമായി നടപ്പിലാക്കിയിട്ടുള്ളത് എന്നുള്ളത്. ഇവിടെ രാഷ്ട്രീയ സ്വയം സേവക സംഘം 1925 മുതലും കേരളത്തിലെ 1942 മുതലും പിന്നീട് നടന്നിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാതി എന്നുള്ളത് കുറേയൊക്കെ രൂഢമൂലമായ ഒരു സത്യമായിട്ട് ആണെങ്കിൽ തന്നെ അതിന് അതീതമായിട്ടുള്ള ഒരു ഹൈന്ദവ ഐക്യം രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഹിന്ദു ഐക്യവേദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഹിന്ദു ഐക്യവേദിയുടെ ഒരു പുതിയ പ്രവർത്തനവുമല്ല ജി കെ. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അതേപോലെ മന്നത്ത് പത്മനാഭനും മഹാത്മാവായ അയ്യങ്കാളിയും ഒക്കെ ചെയ്ത പ്രവർത്തനത്തിന്റെ തുടർച്ചയാണ് ഹിന്ദു ഐക്യവേദി ചെയ്യുന്നത്. അവര് ഈ ജാതി എന്നുള്ള യാഥാർത്ഥ്യം പേര് മറക്കരുത്. തീർച്ചയായും ഞാൻ പറയാൻ പോയാൽ ഇന്ന് ഹിന്ദു ഐക്യവേദി സാമൂഹ്യ സമരസ സമ്മേളനം നടത്തി, ഇന്ന് നീലകണ്ഠൻ മാഷ് അതിൽ പങ്കെടുത്തിട്ടാണ് ഇവിടെ വരുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ആളുകളുടെ പേരുകൾ ഇവിടെ നമുക്ക് വായിച്ചാൽ തീരില്ല, അപ്പോൾ പറഞ്ഞാൽ തീരില്ല. അപ്പോൾ അതിൽ പ്രമുഖരായിട്ടുള്ള ചില ആളുകളുടെ പേര് പറഞ്ഞു എന്ന് മാത്രം. ഇപ്പോൾ കാവാരികുളം കണ്ടൻ കുമാരൻ്റെ ജന്മദിനം മറ്റോ ആയിരുന്നു കഴിഞ്ഞ ദിവസം എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ ഉള്ള ഒട്ടനവധി ആളുകൾ അവരുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ഒരു തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഹിന്ദു ഐക്യവേദി. ഹിന്ദു ഐക്യവേദി പുതിയൊരു പ്രവർത്തനവും നടത്തുന്നില്ല, ഹിന്ദു ഐക്യവേദി കണ്ടുപിടിച്ചതുമല്ല ഇതൊന്നും. അപ്പോൾ അവരൊക്കെ ചെയ്തു വന്ന പ്രവർത്തനത്തിൻ്റെ ഒരു തുടർ പ്രവർത്തനം ഹിന്ദു ഐക്യവേദി ചെയ്യുമ്പോൾ ജാതിക്ക് അതീതമായ ഹൈന്ദവ ഐക്യത്തെ ഊട്ടിയുറപ്പിക്കാനും വളർത്തിയെടുക്കാനും നിരന്തരമായി ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താ? ലവ് ജിഹാദ് എങ്ങനെ പ്രതിരോധിക്കും, അതിന് സംഘടനകൾക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. ഹിന്ദു സംഘടനകളുടെ മുമ്പിൽ നമ്മൾ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. നിരവധി ഹിന്ദു നേതൃസമ്മേളനങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയും എനിക്ക് തോന്നുന്നു നിരവധി ഹിന്ദു സംഘടനകൾ അവരുടെ കുടുംബയോഗങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഹിന്ദു സംഘടനകൾ അവരുടെ കുടുംബയോഗങ്ങൾ ശക്തിപ്പെടുത്തണം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, എല്ലാ മതങ്ങളും തുല്യമാണ് എന്നുള്ളതിന് പകരം ഹിന്ദുമതത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അവരെ പറഞ്ഞ് പഠിപ്പിക്കണം. ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി തന്നെ നമ്മുടെ കുടുംബയോഗങ്ങളിൽ നടത്തണം. ഇവിടെ നേരത്തെ പറഞ്ഞ പലരും പറഞ്ഞു ആത്മീയതയുടെ കുറവാണ്, ഹിന്ദു ധർമ്മത്തെക്കുറിച്ചുള്ള അജ്ഞതയുടെ കുറവാണ് നമ്മുടെ ഈ കുട്ടികൾക്കൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് ഭാഗികമായ ഒരു സത്യം മാത്രമാണ്. ഞാൻ ഒരു ഉദാഹരണം സുരേഷിനോട് പറയാം. നമ്മുടെ വലിയ വിവാദമായിട്ടുള്ള ഒരു കുട്ടി, പേര് പറയുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, അവരുടെ അമ്മ തന്നെ അത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അവരുടെ പേര് പറയാം. നമ്മുടെ തിരുവനന്തപുരത്തെ ബിന്ദു, ആ ബിന്ദുവിന്റെ മകള് നിമിഷ. ആ നിമിഷ അല്ലേ, ആ പേരത് തന്നെയല്ലേ, എന്റെ ഓർമ്മ അതാണ്. ആ നിമിഷ ചിന്മയ വിദ്യാലയം ഓൾ കേരള അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള
ഭഗവത്ഗീത പാരായണ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയിട്ടുള്ള കുട്ടിയാണ്. മാത്രമല്ല എല്ലാ വർഷവും മുടങ്ങാതെ ആറ്റുകാല് പൊങ്കാലയിടുന്ന കുട്ടിയാണ്. അപ്പൊ ആത്മീയതയുടെ കുറവാണോ? എനിക്കറിയാവുന്ന നിരവധി കുട്ടികൾ ഈ പറയുന്ന ബ്രാഹ്മണ സമുദായത്തിൽ ലളിത സഹസ്രനാമവും ഹരിനാമ കീർത്തനവും ഒക്കെ കാണാതെ ചൊല്ലാൻ കഴിയുന്ന കുട്ടികൾ ഇതേ കാര്യത്തിൽ വ്യക്തിമായിട്ട് പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആത്മീയത മാത്രം കിട്ടിയാൽ പോരാ, ആ കുട്ടികൾക്ക് ഹിന്ദു ധർമ്മത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കണം. ഇവിടെ നേരത്തെ വളരെ ശക്തമായ വാക്കുകളിൽ രാധാകൃഷ്ണൻ സാറ് ഖുറാന്റെ ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഞാൻ പറയുന്നത് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയിൽ നമ്മുടെ കുട്ടികളെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കണം. ആ മതത്തിൽ സ്ത്രീയുടെ സ്ഥാനം എന്താണ്, ആ മതത്തിൽ സ്ത്രീയെ എങ്ങനെ പരിഗണിക്കുന്നു, അവരുടെ മൗലിക അവകാശം എന്താണ്, ആ മതത്തിൽ അവർക്കുള്ള സിവിൽ റൈറ്റ് എന്താണ്, കുടുംബത്തിൽ അവരുടെ സ്വത്താവകാശത്തെ കുറിച്ചുള്ള റൈറ്റ് എന്താണ്, ഈ തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണം. RV ബാബു, ഡോക്ടർ രാധാകൃഷ്ണൻ അങ്ങയോട് എന്താ പറയാൻ ഉദ്ദേശിക്കുന്നു? പറയൂ സാർ. ബാബു, പറഞ്ഞോളൂ സാർ. ഇതിലൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാം മതത്തിൽ സർവമത സത്യവാദം ഉണ്ട് എന്ന് എൻ്റെ അറിവിൽ, ഞാൻ അതിനെക്കുറിച്ച് സാമാന്യം ഭംഗിയായി പഠിക്കാൻ ശ്രമിച്ച ഒരാളാണ്, എൻ്റെ അറിവിൽ പറഞ്ഞ ഒരേ ഒരാളേ ഉള്ളൂ, അത് ചേകന്നൂർ മൗലവിയാണ്. ആ ചേകന്നൂർ മൗലവിയെ വധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഇസ്ലാം മതത്തിൽ സർവമത സത്യവാദം ഉണ്ട് എന്ന് പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ ആ ഇസ്ലാം മതം മറ്റ് മതങ്ങളെ തുല്യമായി കരുതുന്നേയില്ല. ഇതാണ് സത്യം. ഈ സത്യം മൂടി വെച്ചതിന് ശേഷം സംസാരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അല്ല സാർ, ഒരു കാര്യം സത്യമായി തന്നെ പറയണം. കാരണം അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽപ്പെട്ട അതിൻ്റെ സംഘടനാ നേതാക്കളും അതിൻ്റെ വൈദികരും പറയട്ടെ, ഇസ്ലാം മതത്തിൽ സർവമത സത്യവാദം ഉണ്ട് എന്നവർ പറയട്ടെ. അങ്ങനെ പറഞ്ഞ ഒരേ ഒരാളുള്ളത് ചേകന്നൂർ മൗലവിയാണ്. അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ഇതാണ് വസ്തുത. അപ്പം ഇവിടെ നമ്മൾ ഈ സർവമത സമഭാവന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദുക്കൾ മാത്രം കരുതണം, മറ്റുള്ളവർ കരുതേണ്ടതില്ല എന്ന് കരുതുന്നതാണ് സെക്കുലറിസം എന്ന് പ്രചരിപ്പിക്കുകയാണ്. അവിടെയാണ് അപകടം വരുന്നത്. അതിനെതിരെ ആരും ഒരു അക്ഷരം മിണ്ടാറില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വർഗീയവാദിയായി പോകുമെന്നുള്ള ഭയം കൊണ്ടാണ്. എനിക്ക് പിന്നെ ആ ഭയമില്ല. അല്ല ഒരു പ്രശ്നം എവിടെയാണ്? സർവമത സത്യവാദം ഖുറാനിൽ എന്ന പുസ്തകം എഴുതിയതിന്റെ 10ാമത്തെ ദിവസമാണ് ചേകന്നൂർ മൗലവി കാണാൻ പോയത്. ഇതുവരെ അദ്ദേഹത്തിന്റെ മൃതദേഹം പോലും കണ്ടു കിട്ടിയിട്ടില്ല. അപ്പൊ ഇപ്പൊ ആ ഖുറാൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തകരായ ജാമില ടീച്ചർ അടക്കമുള്ളവർ ഇപ്പോഴും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു കാര്യം കൂടി ഉണ്ട്. ചേകന്നൂരിന് അപ്രത്യക്ഷമായതിൻ്റെ 10ാം വാർഷികത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണ സമ്മേളനം ഈ എറണാകുളത്ത് സംഘടിപ്പിച്ചത് ഞാനും എൻ്റെ ഒരു സ്നേഹിതൻ ശ്രീ ഹനീഫും കൂടിയാണ് സംഘടിപ്പിച്ചത്. എന്നിട്ട് എനിക്ക് ഇത് കിട്ടി, എന്നെ വധിച്ചു കളയുമെന്ന് പറഞ്ഞു. അങ്ങനെ വധിച്ചു കളയും എന്ന് പറഞ്ഞ് നോട്ടീസ് കിട്ടിയിട്ട് അന്ന് ഈ മനോജ് എബ്രഹാമാണ്, സെൻകുമാറിനറിയാം, മനോജ് എബ്രഹാമാണ് ഇവിടെ കമ്മീഷണർ. അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടേ പരാതി കൊടുത്ത് അദ്ദേഹം അന്വേഷിക്കാമെന്ന് പറഞ്ഞ്. പിന്നെ ഈ മനോജ് എബ്രഹാമിനെ ഞാൻ കാണുന്നത് ഞാൻ PSC ചെയർമാനായിട്ടിരിക്കുമ്പോൾ അദ്ദേഹം അന്ന് ജയിലിൻ്റെ എന്തോ അധിപനായിരുന്നു. അദ്ദേഹം വന്നപ്പോഴാണ്. അപ്പോൾ ഞാൻ ചോദിച്ച്, ഞാൻ ഇങ്ങനെ അന്ന് അങ്ങേക്കൊരു പരാതി തന്നിരുന്നു, അങ്ങ് അന്വേഷിച്ചിരിക്കുമല്ലോ എന്ന് ചോദിച്ചു. ഒന്നും അന്വേഷിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് മുന്നണിയിൽപ്പെട്ട പ്രമുഖ കക്ഷികളെല്ലാം തന്നെ ഈ കാര്യത്തിൽ അവർ ഏകാഭിപ്രായക്കാരാണ്. കാരണം ഇസ്ലാം മതത്തിലെ മൗലികവാദികളെ ഭയന്നുകൊണ്ടാണ് LDFിലെയും UDFിലെയും പ്രമുഖ കക്ഷികൾ പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് സർവമത സത്യവാദം ഇസ്ലാമിന്റെ ഒരു മിനിറ്റ് കൂടി, എന്തുകൊണ്ടാണ് സർവമത സത്യവാദം ഇസ്ലാമിന്റെ കാതലായ പ്രമേയമാണ് എന്ന് പറയാൻ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ മടിക്കുന്നത്? എന്തുകൊണ്ട് മടിക്കുന്നു? എന്തുകൊണ്ടാണ് സർവമത സത്യവാദമാണ് ഇസ്ലാമിന്റെ സെൻട്രൽ തീം എന്ന് പറയാനായിട്ട് LDFിലും UDFിലുമുള്ള മുസ്ലിം നേതാക്കൾ മടിക്കുന്നത്? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ തിയറി ആ ജനസാമാന്യ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അങ്ങനെയൊക്കെ വീണ്ടും വരാം. എനിക്ക് സെൻകുമാർ സാറിൻ്റെ ഒരു ഇടപെടൽ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ഇടപെടൽ അനിവാര്യമായിരിക്കുന്നു. സാർ, ഈ RV ബാബു ചൂണ്ടിക്കാണിച്ച പോലെ
ആധ്യാത്മികതയുടെ കുറവല്ല ഇവിടുത്തെ പ്രശ്നമെന്ന് പറഞ്ഞു. എന്താണ് അതിന് പരിഹാരം അപ്പോൾ? ആധ്യാത്മികതയുടെ കുറവ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി ഭഗവത് ഗീത ആഖ്യാനത്തിലോ പ്രഭാഷണത്തിലോ സംസ്ഥാന പ്രൈസൊക്കെ വാങ്ങിച്ചാൽ പോലും അത് അറിഞ്ഞിട്ട് വേണമെന്നില്ല. നമ്മുടെ പല കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. അതാണ് ഇപ്പോൾ ബഹുദൈവ വിശ്വാസം എന്ന് പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഇത്തരത്തിലുള്ള ധാരാളം ആളുകളുണ്ട്. എന്തുകൊണ്ട് ലോകത്തിൽ മറ്റേത് മതം ഉണ്ടാകുന്നതിന് മുമ്പ്, ലോകത്തിൽ ആ മതങ്ങളുടെ ദൈവസങ്കല്പങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പും ഹിന്ദു മതത്തിലാണ് ഏക ദൈവ വിശ്വാസം ഉരുത്തിരിഞ്ഞത് എന്നുള്ള വസ്തുത അഭിമാനപൂർവം മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുപോലെ ശിവലിംഗം, അതുപോലെ ഗണപതി അല്ലെങ്കിൽ ഹനുമാൻ, ഇതൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പം നമ്മൾ ഇത് തുടങ്ങിയ സമയത്ത് ആർഷവിദ്യാ സമാജത്തിലെ കുട്ടികൾ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അവർ ഇസ്ലാമിക് സമൂഹത്തിലേക്ക് ആകർഷിക്കപ്പെട്ടപ്പോൾ അവരോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളുണ്ട്. നമ്മൾ ഇപ്പോൾ സാറൊക്കെ പറഞ്ഞതും ശ്രീ ആർ വി ബാബു പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ മതങ്ങളും ഇപ്പോഴത്തെ യുക്തിവാദികളെ കൊണ്ട് ഒരു കൂലങ്കഷമായ ഒരു യുക്തിവാദത്തിന് വിധേയമാക്കുക. ധൈര്യപൂർവ്വം നമുക്ക് പറയാൻ പറ്റും, അതിൽ ഏറ്റവും ശാസ്ത്രീയതയുള്ള ഒരു ധർമ്മം സനാതന ധർമ്മം മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് നമ്മളിപ്പോൾ പലതിൻ്റെയും ചാപ്റ്ററുകൾ നമ്മൾ ശരിയായിട്ട് പഠിക്കണം. ഇപ്പം ഞാൻ പറയാം, നമ്മൾക്ക് ഇപ്പോൾ ഖുറാനിൽ തന്നെയുള്ള 13-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ ആയത്ത് 15-ൽ 19, 2-ൽ 22, 20-ൽ 53, 88-ൽ 20, 55-ൽ 17, 79-ൽ 30, 71-ൽ 19, ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ഇത് ഭൂമി പരന്നതാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണത്. അപ്പോൾ ഇതൊന്നും നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും വേണ്ടത് മതങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂലങ്കഷമായിട്ട് അതിനെ എന്താണ് പറയുന്നത്, പരിഗണിക്കുന്നതും ചിന്തനം ചെയ്യുന്നതും ഒക്കെ ഈ യുക്തിവാദികളാണ്. കോവൂറടക്കമുള്ളവരുടെ യുക്തിവാദത്തിൽ നിന്ന് എടുത്തോളൂ. അതിൽ ഹൈന്ദവ ധർമ്മത്തിൽ ഉണ്ടാകാൻ പോകുന്നത്, സനാതന ധർമ്മത്തിൽ ഉണ്ടാകാൻ പോകുന്നത്, നമ്മുടെ ചട്ടമ്പി സ്വാമികൾ പറഞ്ഞതുപോലെ ദുഷ്ടപണ്ഡിത പ്രഭുക്കൾ ചേർത്ത നിന്ദ്യവസ്തുക്കൾ അതിൽ നിന്ന് കളയേണ്ട വരും. അതൊക്കെ നമ്മൾ സ്വീകരിക്കണം. അതായത് ഇന്ന് നമ്മൾ കാണുന്ന ഹിന്ദുമതം എന്ന് പറയുന്ന ഈ ലൈബ്രറിയിൽ കുറേ പുസ്തകങ്ങളിൽ തീർച്ചയായിട്ടും ഈ ദുഷ്ടപണ്ഡിത പ്രഭുക്കൾ ധാരാളം നിന്ദ്യവസ്തുക്കൾ ചേർത്തിട്ടുണ്ട്. അതിനെ കളയാൻ കൂടി നമ്മൾ തയ്യാറാകണം. എങ്കിലേ ഇത് ഒരു ഹൈന്ദവ ധർമ്മം, സനാതന ധർമ്മം എന്നത് ഏകമായിട്ട് എല്ലാവർക്കും തുല്യത കൊടുക്കുന്നത്. കാരണം ഒരേ ആത്മാവിൻ്റെ ഭാഗമാണെന്ന് ഈ കുട്ടികൾ പഠിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം, ആത്മീയത മാത്രം പോരാ, ഭൗതികത വേണം. ഇന്ന് നമുക്ക് നോക്കിയറിയാം, ഹൈന്ദവ സമൂഹം വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന സമയമാണ്. അത് ഗവൺമെൻറ് ഫണ്ടുകളുടെ ഉപയോഗത്തിലായാലും ജോലി കിട്ടുന്ന പ്രൈവറ്റ് മേഖലയായാലും എല്ലാത്തിലും. 2, ഇത് ഉപയോഗിച്ച് മതപരിവർത്തനം നടത്താൻ പോകുന്നവർ സാമ്പത്തികമായി വളരെ മുന്നിലുമാണ്. അതുകൊണ്ട് ഒരു സമന്വയം ആവശ്യമാണ്. ഭൗതികതയെയും അതോടൊപ്പം നല്ല രീതിയിൽ ധാർമ്മികമായിട്ടുള്ള ഭൗതികതയും ശരിയായ ആത്മീയതയും എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അതായത് വിശക്കുന്നവൻ്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് അപ്പത്തിൻ്റെ രൂപത്തിലാണ്. അത് ഇപ്പോൾ വളരെയധികം ഹൈന്ദവ സമൂഹങ്ങൾക്ക് ബാധകമാണ്. അതുകൊണ്ട് അവർക്ക് ആ അപ്പം ഉണ്ടാക്കാനുള്ള കഴിവ് ഭൗതികമായി ഉണ്ടാക്കിയാൽ മാത്രമേ ഇതിൻ്റെ ഒരു വശം തീരുകയുള്ളൂ. അപ്പോൾ അവർക്ക് ഭൗതികമായി ഉയരാൻ, ആ ധാർമ്മിക തലത്തിൽ ഉയരാനുള്ള ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും അതോടൊപ്പം ശരിയായിട്ടുള്ള തലത്തിലുള്ള ആധ്യാത്മിക കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം ഹൈന്ദവ എല്ലാവർക്കും കൂടി പൊതുവായിട്ട് അംഗീകരിക്കുന്ന വിധത്തിൽ ഉണ്ടായാൽ മാത്രമേ
ഇതെല്ലാവർക്കും ഉണ്ടാകുള്ളൂ. നമ്മൾ പഠിക്കുന്ന പലതും കാണാപ്പാഠം പഠിക്കുകയാണ്. ഓക്കെ സാർ, അത് തന്നെയാണ് മറ്റ് പല മതങ്ങളിലും കാണാപ്പാഠം പഠിക്കുന്നുണ്ട്. വീണ്ടും അങ്ങയിലേക്ക് വരാം. ഒരു ഇടവേള അനിവാര്യമായിരിക്കുന്നു. നമ്മൾ ചർച്ചയുടെ അന്തിമഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ശ്രീ മോഹൻ ത്രിവേണി, എന്താണ് നമുക്ക് ജാതിരഹിതമായിട്ട് ഈ ആദിവാസികളുടെയും എല്ലാ ഹിന്ദു സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ലവ് ജിഹാദിനെ പ്രതിരോധിക്കാൻ എന്താണ് നിങ്ങളുടെ മുന്നിലുള്ള വഴി? ചുരുങ്ങിയ വാക്കുകൾ. എനിക്ക് ആദ്യമായി പറയാനുള്ളത്, ഇവിടുത്തെ അടിസ്ഥാന വർഗങ്ങൾ അവരുടെ സ്വത്വബോധവും അവരുടെ ചിന്തകളും അവരുടെ ആരാധനാമൂർത്തികളെയും കൈവെടിഞ്ഞുകൊണ്ട് മറ്റ് കുപ്രചരണങ്ങളിൽ വീഴുന്നുകൊണ്ട് അവരുടെ മതങ്ങളിലേക്ക് ചേക്കേറുന്ന ഒരു നിലപാട് മാറണം. അതോടൊപ്പം തന്നെ ഈ അടിസ്ഥാന വർഗങ്ങളുടെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് ഇന്ന് ഒട്ടനവധി യാത്രകളും അമ്പലങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. ഇതെല്ലാം സംരക്ഷിക്കപ്പെടുന്നതിന് ആ സമൂഹത്തിന് പലപ്പോഴും കഴിയാതെ പോകുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഈ ഹിന്ദു വിഭാഗങ്ങളിലുള്ള മറ്റ് സമുദായങ്ങൾ കടന്നു ചെന്ന് അവരെ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ പലപ്പോഴും കാണുന്നത് അത്തരം കമ്മിറ്റികളിൽ വരികയും അവരെ അതിൽ നിന്ന് അപ്രത്യക്ഷമാക്കുന്ന ഒരു നിലപാട് കണ്ടുവരുന്നുണ്ട്. അതെല്ലാം മാറിയാൽ തീർച്ചയായിട്ടും ഈ അടിസ്ഥാന വർഗങ്ങൾ, ഈ ഗോത്രവർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ കൂടെ കൂട്ടിക്കൊണ്ട് ഈ ഹിന്ദു മുന്നേറ്റത്തിന് അല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരം അതിൻ്റെ കർമ്മങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ എല്ലാ സമൂഹങ്ങളും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഇത് ഈ പ്രശ്നങ്ങൾ ഈ നമ്മുടെ ഈ മതപരിവർത്തനവും എല്ലാം നമുക്ക് തടയാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കാര്യം കൂടെ പറയുന്നു, ഇവിടെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്ന ഈ മിശ്ര വിവാഹം വഴി ഇവിടുത്തെ ഗോത്ര വിഭാഗങ്ങളുടെ കൈവശ ഭൂമി ഉൾപ്പെടെയുള്ളത് വൻതോതിൽ മറ്റ് ആളുകൾ, മദ്യലോബികളും അതുപോലെ ഉള്ള ആളുകൾ തട്ടിയെടുക്കുന്നത് തടയേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഈ അടുത്തായിട്ട് നമുക്ക് ശ്രീ നീലകണ്ഠ മാസ്റ്റർ, ശ്രീ സുബ്രഹ്മണ്യ മൂസതിൽ നിന്നാണ് കേൾക്കാനുള്ളത്. ജാതിരഹിതമായ ഒരു ഹിന്ദു സമൂഹം, ലവ് ജിഹാദ് അടക്കമുള്ള ഈ പ്രതിരോധം ഉയർത്താൻ വേണ്ടി ജാതിരഹിതമായി ഹിന്ദു സംഘടനകൾക്ക് ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ കഴിയുമോ? ശ്രീ സുബ്രഹ്മണ്യ മൂസത്. സുബ്രഹ്മണ്യ മൂസയിലേക്ക് വരാം. നീലകണ്ഠ മാസ്റ്റർ എന്ത് പറയുന്നു? ജാതിക്ക് അതീതമായ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി പറയൂ. അത് സാധ്യമാകും സാർ, അത് സാധ്യമാകും. ഇവിടെ ഇതിനകത്തുള്ള ഇപ്പം മോഹൻ ത്രിവേണി പറഞ്ഞതുപോലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതെല്ലാം ചർച്ചകളിലൂടെ, സമന്വയത്തിലൂടെ, സംവാദത്തിലൂടെയൊക്കെ നമുക്കത് പരിഹരിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഈ വിപത്തിനെ നേരിടാൻ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഹൈന്ദവ ഏകീകരണം, ആ താഴെയുള്ള വിഭാഗങ്ങളുടെ ആത്മീയത ശക്തിപ്പെടുത്താൻ കഴിയണം. അവരുടെ ആരാധനാലയങ്ങളും അവിടെ പരമ്പരാഗതമായിട്ടുള്ള ആത്മീയ വിശ്വാസവും ശൈലിയൊക്കെ കുറേ കൂടെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവരെയും കൂടെ നമുക്ക് ഒപ്പം ചേർക്കാൻ കഴിയണം. അത് നമുക്ക് കുടുംബത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. അത് കുടുംബത്തിൽ നിന്ന് തുടങ്ങി സമൂഹം അത് ഏറ്റെടുത്ത് ഈ ഇവിടെ സെൻകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ വിപത്തിനെ മനസ്സിലാക്കി നമ്മുടെ സമൂഹത്തിലുള്ള പുതിയ തലമുറയെ അതിനെ പ്രാപ്തമാക്കി എടുക്കാനുള്ള ഉത്തരവാദിത്വമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. അപ്പം KPMS പോലുള്ള സംഘടന ഞങ്ങളതിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ താഴെത്തട്ടിലുള്ള ബോധവൽക്കരണം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് തന്നെ എല്ലാ സമൂഹങ്ങളും അങ്ങനെ വരികയും അവരുടെ ഒരു ഏകീകൃത ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഇതിനെ നേരിടാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ ഡോക്ടർ KS രാധാകൃഷ്ണൻ, അങ്ങക്ക് പ്രതീക്ഷയുണ്ടോ? ഡോക്ടർ രാധാകൃഷ്ണൻ. പിന്നെ തീർച്ചയായിട്ടും കാരണം തീർച്ചയായിട്ടും എനിക്ക് പ്രതീക്ഷയുണ്ട്. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജനാധിപത്യം, ഇവരിപ്പോൾ എല്ലാവരും പറയുന്ന മതേതരത്വം തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന പരികൽപ്പനകൾ സംരക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആർത്തിയോടും അഭിമാനത്തോടും കൂടി പറയുന്ന ബഹുസ്വരത എന്ന സങ്കല്പം സംരക്ഷിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടി ഹൈന്ദവ ഏകീകരണം ഉണ്ടായേ പറ്റൂ. കാരണം ഹിന്ദുക്കൾ ഈ രാജ്യത്ത് നിന്ന് അപ്രത്യക്ഷമായാൽ, കേൾക്കാമോ? പറയൂ. ഹിന്ദുക്കൾ
ഈ രാജ്യത്ത് നിന്ന് അപ്രത്യക്ഷമായാൽ, ഹിന്ദുക്കൾ ഈ രാജ്യത്ത് നിന്ന് അപ്രത്യക്ഷമായാൽ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന ബഹുസ്വരത എന്ന പരികൽപ്പന നമുക്ക് എന്നേക്കുമായിട്ട് ഇല്ലാതെയാകുന്നൊരവസ്ഥ വരും. കാരണം ബാക്കി ഇതര മതങ്ങൾ ബഹുസ്വരതയെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിൽ അവർക്കും ഒരു മാറ്റം ഉണ്ടാകേണ്ടതാണ്. മോഹൻ ത്രിവേണി, പെട്ടെന്ന് സമൂഹത്തോട് പറയുവാനുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ ഗോത്ര സമൂഹത്തെ സംബന്ധിച്ച് ഒരു പ്രത്യേക ആചാരവും വിശ്വാസവും ഒക്കെ പുലർത്തിപ്പോരുന്ന കുടുംബങ്ങളാണ് ഗോത്ര സമൂഹം. ആ ഗോത്ര സമൂഹം ഇന്ന് അവരുടെ ആചാരങ്ങൾ ഈ പറയുന്ന മറ്റ് മതങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രചരണങ്ങൾക്ക് വിധേയമായി അവരുടെ ആചാരങ്ങൾ, സംസ്കാരവും പൂജാതി കർമ്മങ്ങളും അവർ ഇട്ടെറിഞ്ഞിട്ട് പോകുന്ന ഒരു നിലപാടുണ്ട്. അതിൽ നിന്നും ഈ ഗോത്ര സമൂഹം തിരിച്ചു വരണം. നല്ല അത്യുന്നതമായ ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളാണ് എന്നുള്ള അഭിമാനത്തോടു കൂടി മുന്നോട്ട് പോയാൽ ഗോത്ര സമൂഹത്തിനും ഇവിടെ അവരുടെ സംസ്കാരത്തിൽ തന്നെ തുടർന്നു പോകാൻ കഴിയും. അതിന് എൻ്റെ സമൂഹവും കൂടെ തയ്യാറാകണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. സുബ്രഹ്മണ്യം മൂസദ്, അവസാനമായി ഒറ്റ മിനിറ്റിൽ ഒരു ഹിന്ദു ഏകീകരണത്തിന്റെ പാതയിലൂടെ ലവ് ജിഹാദിനെ പ്രതിരോധിക്കാൻ കഴിയുമോ ബ്രാഹ്മണ ഫെഡറേഷനും? ഒരു സംശയവുമില്ല. ഹിന്ദുക്കളുടെ മുഴുവൻ ഏകീകരണം അനിവാര്യമാണ് ഈ വിഷയത്തിൽ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ സമുദായ നേതാക്കന്മാര് ഒരു കാര്യം ഓർക്കണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. എന്റെ ശരീരം എടുത്തു, എന്റെ ശരീരത്തിന്റെ മുഖമുണ്ട്, മാറിടമുണ്ട്, എന്റെ കൈയുണ്ട്, എന്റെ കാലുണ്ട്. ഇതിനകത്ത് കാല് ചോദിക്കുകയാണ്, മുഖത്തിനേക്കാൾ വലുത് കാലല്ലേ, അല്ലെങ്കിൽ കാലിനേക്കാൾ വലുത് മുഖമല്ലേ എന്ന് ചോദിക്കുന്ന അന്തരം എന്താണെന്ന് സമുദായ നേതാക്കള് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനോട് യോജിക്കുകയാണെങ്കിൽ ബ്രാഹ്മണ ഫെഡറേഷൻ യാതൊരു സംശയവുമില്ല ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് സജീവമായിട്ടുള്ള നേതൃത്വത്തിനുണ്ടാകും എന്ന് പറയാൻ സന്തോഷം. സെൻകുമാർ സാർ അവസാനമായി എന്ത് പറയുന്നു ഒറ്റ മിനിറ്റിൽ? പ്രതീക്ഷയുണ്ടോ? ഇത് ഭൗതികമായും അതുപോലെ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ചർച്ചയൊക്കെ നടക്കുന്നത് തന്നെ അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. ഇത്രയും വർഷങ്ങൾ ആരും ധൈര്യപ്പെടാതിരുന്ന ഇത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരികയും ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെന്ന് ആദ്യം സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുകയും ആ പ്രശ്നമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമല്ലേ അടുത്ത നടപടികളിലേക്ക് പോകുള്ളൂ. അപ്പോൾ ആ പ്രശ്നമുണ്ട് എന്ന് നല്ലൊരു വിഭാഗം മനസ്സിലാക്കിയത് ഇനി അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള വശങ്ങളിൽ കൂടി അതിൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ തുടങ്ങുകയാണെങ്കിൽ കുറേ കൂടി എളുപ്പത്തിൽ ഈ കാര്യങ്ങളിലേക്ക് മുന്നേറാൻ സാധിക്കും. ഓക്കെ ആർ വി ബാബു, അവസാനമായി എന്ത് പറയുന്നു കേരളത്തിലെ ഹിന്ദു സമൂഹത്തോട്? കേരളത്തിലെ ഹിന്ദു സമൂഹം നേരത്തെ ഇവിടെ എല്ലാവരും പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് തന്നെയാണ്. അതായത് ജാതിക്കും മറ്റെല്ലാവിധ വിഭാഗീയമായ ചിന്തകൾക്കും ഒക്കെ ഉപരിയായിട്ട് ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരുമിച്ച് വരാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും സാധിച്ചാൽ തീർച്ചയായും കേരളത്തിൽ ഒരു വലിയ മാറ്റത്തിന് സാധ്യതയുണ്ട്. അടിസ്ഥാനപരമായി നേരത്തെ ഇവിടെ രാധാകൃഷ്ണൻ സാറും അതേപോലെ സെൻകുമാർ സാറും ഒക്കെ നേരത്തെ പലരും പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ജനാധിപത്യത്തിൻ്റെയും ഈ പറയുന്ന ഈ സോക്കോൾഡ് മതേതരത്വം എന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങളുടെയും ഒക്കെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഹിന്ദു ഭൂരിപക്ഷമാവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഹിന്ദു എന്ന് ന്യൂനപക്ഷമാകുന്നു അവിടെ തീർന്നു ഈ മതേതരത്വത്തിൻ്റെ ഗ്യാസ്, ഈ പറയുന്ന ജനാധിപത്യത്തിൻ്റെ ഗ്യാസ്, എല്ലാവിധ ബഹുസ്വരത എന്നൊക്കെ പറയുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ഗ്യാസ് തീരുന്നത് ഹിന്ദു ന്യൂനപക്ഷമാകുമ്പോഴാണ്. അപ്പോൾ ഹിന്ദു സമൂഹം ഭൂരിപക്ഷമാകുന്നതാണ് നാം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ മൂല്യങ്ങളുടെയും ഗ്യാരണ്ടി എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ഹിന്ദു സമൂഹത്തിന് കിട്ടുക എന്നുള്ളതാണ്. അതിനനുസൃതമായി എല്ലാ സംഘടനകളും പ്രവർത്തിച്ചാൽ തീർച്ചയായും നമുക്ക് ഈ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കഴിയും, എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കാൻ കഴിയും. നമ്മുടെ മാർഗദർശനം നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ പൂർവികന്മാര്. അവരുടെ മാർഗദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് ചർച്ച ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം സക്കീർ നായിക് പറഞ്ഞിരുന്നു കേരളത്തെയാണ് ലക്ഷ്യമിടുന്നതെന്ന്. അതിൻ്റെ തുടർച്ചയായിട്ട് ഒരു പാകിസ്ഥാനി ജിഹാദിയുടെ ഒരു പ്രസ്താവന അതും കൂടെ കാണുമ്പോൾ കേരളത്തിലെ മലയാളികൾക്ക്, ഹിന്ദു സമൂഹത്തിന്, ക്രിസ്ത്യാനികൾക്ക്, അതേപോലെ നല്ലവരായ മുസ്ലിങ്ങൾക്ക്, ജിഹാദികളല്ലാത്ത തീവ്രവാദികളല്ലാത്ത മുസ്ലിങ്ങൾക്ക് മനസ്സിലാവും. അത് കേൾപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായും ലവ് ജിഹാദും അടക്കമുള്ള തീവ്രവാദി പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കേണ്ടത് മൊത്തം കേരള സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ആ ബൈറ്റ് നമുക്ക് കണ്ടിട്ട് ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. I love Kerala. This my brother, he said we need partition. Yes, this is my point. You misunderstood me. Kerala, if it is separated from India,
it can prosper, because Kerala education literacy is higher than India, 99% literate, mostly Muslim population, mostly it is, and they are peaceful people, hardworking people. It is very different from India, from the rest of India. ഭാരതത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വിഭിന്നമായി കേരളത്തെ ലവ് ജിഹാദിലൂടെയും ഇസ്ലാമിക വർഗീയവൽക്കരണത്തിലൂടെയും മതപരിവർത്തനത്തിലൂടെയും മാറ്റിയെടുക്കാനാണ് ഒരു വിഭാഗം ശ്രമിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞേ കഴിയൂ. നമ്മൾ നല്ല മുസ്ലിങ്ങൾക്കെതിരല്ല, നമ്മൾ നല്ലവരായ പ്രണയത്തിനുമെതിരല്ല, പക്ഷേ ലവ് ജിഹാദിനെതിരാണ്, പെൺകുട്ടികളെ വലിച്ചെറിയുന്നതിനെതിരാണ്, അവരെ നശിപ്പിക്കുന്നതിനെതിരാണ്. ഈ പോരാട്ടം ജനം ടെലിവിഷൻ അനവരതം തുടരും എന്ന ഉറപ്പോടുകൂടി ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.